കിടക്കര മൂട്. ദൈവമേ ഇവർക്കെന്തിനീ വിധി, ദൈവമേ കമ്മിക്കെന്തിനീ വിധി. ചത്തേ ചത്തേ ഇനി കാലു രണ്ടും കൂട്ടിക്കെട്ടി തെക്കേ ദിക്കിൽ എവിടെയും കുയിമാന്ത്. മാന്താറായോ? ആരെ മാന്താറായോ? ആരുടെ കുഴി? അല്ല കുഴി. എന്താ ഈ പൊതിയുന്ന ഇത്ര കാര്യമായിട്ട്? പൊതിച്ചോറ്. പൊതിച്ചോറ് കയറ്റി പോകരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് മുരളീധരൻ? മുരളീധരന്റെ വീട്ടിൽ കയറ്റരുതെന്നായിരിക്കും പറഞ്ഞത്. ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് കൊണ്ടുപോകാനും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. ഇവിടെ ആരുടെയും ഗുണ്ടായിസോ കീലേരി അച്ഛന്റെ സ്വഭാവം ആരെയും കൊണ്ട് എടുക്കണ്ട. നിങ്ങളല്ലേ ഇത് എടുത്തോണ്ടിരിക്കുന്നത്? ഞങ്ങള് ഫുഡ് വല്ല കാര്യം ഉണ്ടായിരുന്നു ആ മുരളീധരനെ കയറി കിങ്ങിണി കുട്ടാന്ന് വിളിക്കണ്ടേ? കിങ്ങിണിക്കുട്ടാന്ന് വിളിച്ചോണ്ടാണോ പൊതിച്ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞത്? നിങ്ങൾ ഡിവൈഎഫ്ഐക്കാര് നാഴേക്ക് 40 വട്ടം ആ കെ മുരളീധരൻ മന്ത്രിയെ കിങ്ങിണി കുട്ടാന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. എന്റെ മാനവരെ, നിങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ നമ്മൾ ഫുഡ് കൊടുക്കുന്നത് ഒരു നേരത്തെ ആഹാരം ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നത് തടയുന്നത് എന്ത് നീതിയാണ്? എന്തിനാണ് കൊടി വെക്കുന്നത്? കൊടി വെക്കുന്നത് ഞങ്ങൾ പിന്നെ കൊടുക്കുന്നത് എന്തിന് കൊടി വെക്കുന്നു? ഞങ്ങൾ കൊടുക്കുന്നത് പിന്നെ ഒരു കരം കൊടുക്കുന്നത് മറുകരം അറിയരുതെന്നല്ലേ? ഞങ്ങൾ തലയിൽ മുണ്ടിട്ട് കൊടുക്കാം. മുണ്ടിട്ട് നിങ്ങൾ കൊടുക്കണ്ട. ഇത് ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണ് എന്ന് കാണിച്ചുകൊണ്ട് എന്തിനാ നിങ്ങൾ കൊടുക്കുന്നതെന്നാണ് മുരളീധരൻ ചോദിക്കുന്നത്. അത് റെലവന്റ് പോയിന്റ് അല്ലേ? ഞങ്ങളുടെ പ്രസ്ഥാനം ചെയ്യുന്നത് കരുണാകരന്റെ പേരിടാൻ ഞങ്ങൾ സമ്മതിക്കൂല ആശുപത്രിക്ക്. എന്തിനാ കരുണാകരന്റെ പേരിടുന്നത്? പറയാം എന്തിനാ കരുണാകരന്റെ പേരിടുന്നത്? അതൊക്കെ പറ്റും. നമ്മൾ കൊടി വെച്ച് ഇത്തിരി ഫുഡ് കൊടുത്താൽ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമല്ലേ? പൂർണ്ണമായിട്ട് തള്ളിക്കളയാണ്. അതല്ല, ഈ പൊതിച്ചോറ് മുടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ തന്നെ ഞാൻ പറയട്ടെ. എനിക്ക് ആദ്യം മന്ത്രിയോട് പറയാനുള്ളത്, കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഉണ്ടാക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. ആദ്യം അത് ഉണ്ടാക്കി നിങ്ങൾ കാണിക്കുക. കാരണം നിങ്ങൾ തുടങ്ങി അങ്ങോട്ട് മറ്റേ പെൻഷനൊക്കെ മുടങ്ങിയായിരുന്നു. അറിഞ്ഞായിരുന്നോ? ഖജനാവിൽ കാശില്ലാത്തത് കൊണ്ട് അങ്കണവാടി പിള്ളേരുടെ പാലും മുട്ടയൊക്കെ മുടങ്ങി കിടക്കും. അറിഞ്ഞായിരുന്നോ മന്ത്രി അത്? അതുകൊണ്ട് ഖജനാവിൽ കാശ് ഉണ്ടായിട്ട് പോരെ ഈ മാതിരി തള്ളൊക്കെ. ഈ സർക്കാർ ആശുപത്രിയിൽ എന്തോരം ജനങ്ങളാ വരുന്നതെന്ന് അറിയാമോ? കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഉണ്ടാക്കും എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നിങ്ങളത് ഉണ്ടാക്കി കാണിക്കണം. ആ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് ഒരു പൊതിച്ചോറ് കിട്ടുന്നുണ്ട്. അവരുടെ അന്നത്തിൽ നിങ്ങൾ മണ്ണ് വാരി ഇടരുത് എന്നാണ് എനിക്ക് മന്ത്രിയോട് പറയാനുള്ളത്. നിങ്ങളോട് പറയാനുള്ളത്, മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ പോയി നോക്കി എന്തുമാത്രം ക്യൂ ആണ്. ഞാൻ പറയുന്നില്ലേ ഡിവൈഎഫ്ഐയുടെ ഏറ്റവും മികച്ച പ്രവർത്തനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതിച്ചോറാണ്. അതെ, ഞാനത് നിങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുന്നു. പക്ഷെ കൊടി വെക്കുന്നതിനോട് എനിക്കും വലിയ താല്പര്യം. കൊടി വെക്കുന്നത് ഇത്ര വലിയ പ്രശ്നമാണ്. പ്രശ്നമാണ്. എന്ത് പ്രശ്നം? ഞാൻ പറയട്ടെ, നിങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാ ഇങ്ങനെ പൊതിച്ചോറ് കൊടുക്കുന്നത്? പിന്നെ ഞങ്ങളുടെ പ്രസ്ഥാനം ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്നു, AKG സെന്ററിൽ നിന്നാണോ പൊതിച്ചോറ് കൊണ്ടിരുന്നത്? ഞങ്ങൾ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. ഈ നിങ്ങളുടെ പ്രസ്ഥാനം ഓരോ വീടുകളിൽ പോയാണ് ഈ പൊതിച്ചോറ് കളക്ട് ചെയ്യുന്നത്. ഇത് മറ്റേ CPM-കാരുടെ വീടുകളിൽ നിന്ന് മാത്രമാണോ നിങ്ങൾ പൊതിച്ചോറ് കളക്ട് ചെയ്യുന്നത്? ഈ താല്പര്യമുള്ള എല്ലാവരും ഒരു നേരത്തെ അന്നം കൊടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും. അതാണ് നോട്ട് പോയിന്റ്. അപ്പൊ ആ വീട്ടുകാരും പറയുന്നില്ലല്ലോ ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നു, ഞങ്ങൾ ആശുപത്രിയിൽ വരുന്നവർക്ക് കൊടുക്കുന്നു എന്ന് അവർ മേനി നടിക്കുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാണ് മേനി നടിക്കുന്നത്? ഡിവൈഎഫ്ഐ ചെയ്യുന്ന ഈ ഒരു നല്ല പ്രവൃത്തി, ഞാൻ പറഞ്ഞത് പ്രവൃത്തി നല്ലതാണ്, പക്ഷേ കൊടി വെക്കുന്നത് ശരി. പിന്നെ ഞങ്ങളുടെ പ്രസ്ഥാനം ചെയ്യുന്ന ഞങ്ങളല്ലാതെ പിന്നെ വേറെ റെഡ് ക്രസന്റ്. ഇവിടെ 10 വർഷം മുൻപ് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന ആ മുഖ്യമന്ത്രി പറഞ്ഞു PM ശ്രീ അല്ല അത് മറ്റേ എന്തായിരുന്നു സർക്കാരിന്റെ വീട് പണിഞ്ഞു കൊടുക്കുന്ന പദ്ധതി. അവിടെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കിട്ടുമ്പോൾ അവിടെ വീടിന്റെ എല്ലാത്തിന്റെയും ഫ്രണ്ടിൽ കൊണ്ടുപോയി മോദിയുടെ ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്? അന്നത്തെ മുഖ്യമന്ത്രി ഇത് ഞങ്ങൾ ചോറിൽ അന്നത്തെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. അവിടെ ആരുടെയും പേര് കൊണ്ട് വെക്കാൻ സൗകര്യപ്പെടത്തില്ല, ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന നാട്ടിൽ അവരുടെ ഒരു പ്രസ്ഥാനം ഒരു പൊതിച്ചോറ് കൊടുക്കുന്നതിന് എന്തിനാടോ കൊടി വെക്കുന്നത്? അതെ, വീട് പോലെ ഞാൻ പറയട്ടെ, വീട്ടിൽ അവരെ മുദ്ര കൊണ്ട് തള്ളി വെക്കുന്നത് പോലെയാണോ? ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന സേവാഭാരതിയും മറ്റേ ഈ കോൺഗ്രസിന്റെ സംഘടനയും ഒക്കെ ചോറ് കൊടുക്കുന്നുണ്ട്. എനിക്ക് അവരോടും പറയാനുള്ള, നിങ്ങൾ ഊച്ചാളിത്തരമാണ് കാണിക്കുന്നത്. കൊടി വെച്ചിട്ട് എന്തിനു? നിങ്ങൾ ഏത് പ്രസ്ഥാനം ചെയ്യുന്നത്? ഞങ്ങൾ കൊടിയേക്കുന്നത് പിന്നെ ഔദാര്യം കൊണ്ട് കൊടുക്കുന്ന പോലെ ആയി പോയി. ഇതിനൊക്കെ ഇങ്ങനെ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ മനുഷ്യരെ. നിങ്ങൾക്ക് മനുഷ്യരാണോ? നിങ്ങൾ മനുഷ്യരാണെങ്കിൽ അവിടെ കൊടി വെക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ പ്രസ്ഥാനം ചെയ്യുന്നത് ഞങ്ങൾ കൊടി വെച്ച് തന്നെ ചെയ്യും. മന്ത്രിയുടെ വിലക്ക് അവിടെ കയ്യിൽ വെച്ചുകൊണ്ട് മടക്കിച്ചുകൊണ്ടിരുന്നാൽ മതി.
അത്രയ്ക്ക് ചൊറിച്ചിലുണ്ടെങ്കിലേ ഇവിടെ മാറിയിരുന്ന് ചൊറിഞ്ഞോ. ഡിവൈഎഫ്ഐ ഇത് ചെയ്യുന്നത് ഇത് തുടരുക തന്നെ ചെയ്യും. അതിനെ തടസ്സപ്പെടുത്താൻ ഇതിപ്പോ കൊടിവെക്കുന്നത് മാത്രമല്ലല്ലോ പ്രശ്നം, കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഉണ്ടാക്കുന്നില്ലേ പറയുന്നത്. നിങ്ങളെ തോൽപ്പിക്കാൻ അങ്ങനെ അങ്ങേര് കമ്മ്യൂണിറ്റി കിച്ചൺ വഴി കൊടുത്താൽ നിങ്ങളെ പിന്നെ നിങ്ങളുടെ ആവശ്യമുണ്ടോ അവിടെ? പിന്നെ തേഞ്ഞൊട്ടില്ലേ കമ്മ്യൂണിറ്റി കിച്ചൺ എങ്ങനെയാണെന്ന് കണ്ടേനെ അറിയാം. ഇപ്പൊ തന്നെ ഇവിടെ കറണ്ടൊന്നും ഇല്ല, പിന്നെയാണെങ്കിൽ കമ്മ്യൂണിറ്റി കിച്ചൺ അപ്പൊ കെ മുരളീധരന്റെ അനുമതി വാങ്ങിയിട്ടല്ല പൊതിച്ചോറ് പദ്ധതി ഇവിടെ ഡിവൈഎഫ്ഐ ആരംഭിച്ചത് കേട്ടോ. ഇത് ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ്. കേരളത്തിന്റെ പൊതുസ്വത്തായ മെഡിക്കൽ കോളേജുകളാണ് ഞങ്ങൾ ബാനർ സ്ഥാപിച്ചത്, അല്ലാതെ വീട് ചീത്ത വിളിക്കുന്നുണ്ടോ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ആശുപത്രി ഇവര് തള്ളി മറിച്ചിടും. കേരളത്തിന്റെ പൊതുസ്വത്തല്ലേ മെഡിക്കൽ കോളേജ്, അത് എന്നെ എഴുതി കൊടുത്തത്. ഞങ്ങളെ സ്വഭാവം മതിക്കില്ലേ? എന്തൊക്കെ കാണും. ജനങ്ങൾ ഇത് കൈനീട്ടി വാങ്ങുന്നിടത്തോളം കാലം വാങ്ങുന്നു എന്ന് പറയാതെ ഓക്കെ അവർക്ക് എത്രത്തോളം ഈ ചോറ് ആവശ്യമാണോ അത്രയും കാലം ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കും. അത് നല്ല പദ്ധതിയാണെന്ന് ഞാൻ പറയുന്നല്ലോ. ഇനി എന്ത് കൊടിയാണെന്ന് കാള ചോപ്പ് കൊടി കാണിക്കുന്നത് നിങ്ങൾ എവിടെയാണ് കൊണ്ടുപോയി ഈ കൊടി കാണിക്കുന്നത്? ഞങ്ങളുടെ പ്രസ്ഥാനം എന്താ ആശാൻ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞങ്ങൾ ഇത്തിരി കൊടി നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് നിങ്ങളാണ് ചെയ്യുന്നത് എന്ന് നാട്ടുകാരെ അറിയിക്കണമെന്നുണ്ടോ നിങ്ങൾക്ക്? അതാണോ നിങ്ങളുടെ നിർബന്ധം? കഷ്ടമാണ്. പിന്നെ എന്തിനാണ് കോൺഗ്രസ് കൊടിവെക്കുന്നത് പറ? അതല്ലേ ഞാൻ പറയുന്നത്. ഇവന്മാരാരും കൊടി വെക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല. കൊടി വെക്കാതെ കൊടുക്കാൻ സമയം. ഈ പറയുന്ന ഞാൻ വരെ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ഇവരുടെ പൊതിച്ചോറ് വാങ്ങി കഴിച്ചിട്ടുണ്ട്. വാങ്ങി മെഴുകിയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എടുത്തതായിരുന്നോ? അല്ല. നിങ്ങളുടെ AKG സെന്ററിൽ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് പൊതിഞ്ഞു കൊടുക്കുന്നതാണോ? അല്ലല്ലോ. ഓരോ വീട്ടിലും ഓരോ അമ്മമാരും ഓരോ കുടുംബങ്ങളിൽ നിന്ന് കൊടുത്തു വിടുന്ന പൊതിച്ചോറ് അത് കേട്ടോ. നിങ്ങൾ കൊണ്ട് കൊടുക്കുന്നു, അത് നമ്മൾ സമ്മതിക്കുന്നു. നിങ്ങളുടെ ഈ ധാർഷ്ട്യമാണ് നമുക്ക് പിടിക്കാതെ. ഭക്ഷണ ഒഴിവാക്കണം മന്ത്രി. നിങ്ങൾ ആദ്യം ഈഗോ ഒഴിവാക്കുക. എടോ കള്ളൻ വിജയൻ എന്ന പേരിൽ നിങ്ങളുടെ ദേശാഭിമാനിയിൽ ഒരു ലേഖനം വന്നെന്നറിഞ്ഞു. എന്നിട്ട് കള്ളൻ വിജയൻ എന്ന് അറിഞ്ഞ മറ്റേ ലേഖനത്തിന്റെ തലക്കെട്ടിട്ടതോടെ അത് പൂഴ്ത്തിയെന്നൊക്കെ കേൾക്കുന്നു. മറ്റേ കള്ളൻ വിജയൻ പുത്തുലത്ത് ദിനേശൻ പണി വെച്ചതായിരിക്കും. അതെ അതെ ദേശാഭിമാനിക്ക് കുറെ ചൊറച്ചില് കൂടുന്നുണ്ട്. നിങ്ങളുടെ പത്രമല്ലേ ചേട്ടാ? ഇതിപ്പോ 10 വർഷം മുൻപ് ഇവരുടെ ദേശാഭിമാനി പത്രവും സർക്കാർ ഒരേ ദിശയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. തോറ്റ് തൊപ്പിയിട്ടതോടെ ഇപ്പൊ 2 ദിശയിലാണ് പോകുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒന്ന്, ദേശാഭിമാനി പറയുന്നത് വേറൊന്ന്. ദാണ്ട കിടക്കുന്നു. അറിഞ്ഞോ നാളെ അവധിയാ. ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനലുമായി ബന്ധപ്പെട്ട് പിള്ളേര് ചോദിച്ചു പൂക്കിയാ ഞങ്ങൾക്ക് അവധി തരുമോന്ന്. അപ്പൊ പറഞ്ഞു പിള്ളേര് പറഞ്ഞാൽ അനുവദിക്കാതിരിക്കാൻ കഴിയുമോ? ആഘോഷിക്കട്ടെ പിള്ളേർക്ക് അവധിയെന്ന്. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? പൂക്കി മന്ത്രിയും സണ്ണി ജോസഫ് മന്ത്രിയും കൊള്ളേണ്ട അടി മൊത്തം ഇപ്പൊ KSFB ജീവനക്കാരാണ് കൊണ്ടോണ്ടിരിക്കുന്നത്. എല്ലാ കേന്ദ്രങ്ങളിലും പോയി അടിയോടടി വലിച്ചോര്. അമ്മാതിരി വലിച്ചോറിലല്ലേ ചൂട് കിടക്കാൻ പോലും പറ്റില്ല. ഫിഫ കണ്ടോണ്ടിരിക്കുമ്പോ കറണ്ട് പോവോ? ഇല്ല പോവില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പൂക്കിയല്ലേ അല്ല മണിയാശാൻ പറഞ്ഞിട്ടുണ്ട്. പൂക്കി പറഞ്ഞിട്ട് കാര്യമില്ല, സണ്ണി വിചാരിക്കണോ? അതെ സണ്ണി രാത്രി നല്ല ഉഷാറായിട്ട് സണ്ണിന്റെ പണി ഇടങ്ങേറുണ്ടാക്കാൻ അറിയത്തില്ല. മൂപ്പർ കിരീട്ടിനോടാണ് താല്പര്യം. സണ്ണിക്ക് രാവിലെ എന്താ ഇരുട്ടത്തൊരു പരിപാടി? അത് പിന്നെ പുള്ളിയെ ഞാൻ പറയുന്നില്ല, പറഞ്ഞു കൂടി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇത്ര നേരം കുറ്റം പറഞ്ഞല്ലോ. കാലം നീട്ടിയിരുന്നില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പൊതിച്ചോറ് എനിക്ക് ഇഷ്ടമാണെന്ന്. ഞങ്ങളുടെ കൊടി ഇവിടെ ഉണ്ട്. അതാണ് എനിക്ക് പറ്റാത്തത്. കൊടിയുള്ളതുകൊണ്ട് ഇതൊക്കെ വാങ്ങിക്കണ്ട കേട്ടോ. കണ്ടോ കൊടി കണ്ടോണ്ട് നിങ്ങൾ മേടിച്ചാൽ മതി. അലർജി ഉത്തരേന്ത്യയിലെ ഉത്തരേന്ത്യയില് അവിടുത്തെ ഹിന്ദുക്കൾ, ഞാൻ ഇടയ്ക്ക് കണ്ടൊരു വീഡിയോ ആണ്, ഹിന്ദുക്കള് ഭക്ഷണം വിതരണം ചെയ്യുന്നു. അപ്പോഴത്തേക്ക് ഒരു മുസ്ലിം, ഒരു വിശന്ന് വലഞ്ഞ ഒരു പാവ മനുഷ്യൻ പോയി അന്നദാനത്തിന് വേണ്ടി പ്ലേറ്റ് നീട്ടിക്കൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഈ വിളമ്പുന്ന നാറി ഉണ്ടല്ലോ, ആ നാറി ജയ് ശ്രീറാം വിളിക്കാമെങ്കിൽ തരാന്ന് മറ്റേ ചെപ്പക്കുറ്റി അടിച്ചങ്ങോട്ടെ തകർക്കണം അങ്ങോട്ട്. ആ ഭക്ഷണത്തിന്റെ മുമ്പേ അവന്റെ ജയ് ശ്രീറാം മറ്റടി വെച്ച് കൊടുക്കണം അവന്. അതുപോലാണ് ഇവരുടെ കൊടി കണ്ട അമ്പളങ്ങിയല്ല 5 ഗജാന്തര വ്യത്യാസം എന്നാണോ? അതെ ആ വ്യത്യാസം ഇല്ലേ? അതുപോലെയാണോ ഇത്? ഞങ്ങള് ജസ്റ്റ് സൈഡിൽ ഒരു കൊടി വെച്ച് ഫുഡ് കൊടുക്കുന്നു. സൈഡിൽ കൊടി വെക്കുന്നത് അത് നിങ്ങൾക്ക് ഇത്ര എന്നോട്ട് ഈ അലർജി വന്നു തുടങ്ങിയത്? എന്ന് മുതലാണ് കരുണാകരൻ സാറിന്റെ മകന് ഇതൊക്കെ ചുവന്ന കൊടി കാണുന്നത്? കരുണാകരൻ സാറിന്റെ മകനോ? അതെ അദ്ദേഹത്തിന് എന്ന് മുതലാണ് കിങ്ങിണി കൂട്ടാന്ന് വിളിക്കത്തില്ലെന്ന് പറ.
നോക്കിക്കോ എന്ന് മുതലാണ് അങ്ങേക്ക് കുലമീട് ഈ ചുവന്ന മുടിക്കാൻ കൊടി കണ്ടപ്പോ ഹാലിലേക്ക് തുടങ്ങി അതെ 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 അതെ. എന്തായാലും മെഡിക്കൽ നീലക്കൊടി കാണുമ്പോ നിങ്ങൾക്ക് ഞങ്ങൾ ഇതുവരെ പറഞ്ഞോ ഇമാതിരി ചെറ്റത്തരം ആരെങ്കിലും ഒക്കെ പറയോ ഈ ഫുഡിനൊക്കെ അന്നത്തിലൊക്കെ കല്ല് വരണ മോശമല്ല ആശ നെഞ്ചോർത്ത് പറ അങ്ങോട്ട് പൂക്കെ മുഖേശ പൂക്കി മുഖേനല്ല മാറങ്ങോട്ട് മുരളീധര ഞാൻ പറയുകയാണ് പൊതിച്ചോറിൽ കൈ കടത്താൻ വന്നാലുണ്ടല്ലോ നമ്മൾ ഇളകും കേട്ടോ. ആ കാര്യത്തിൽ മുരളീധരൻ നിന്ന് തെറി കേട്ടോണ്ടിരിക്കുക. പൊതിച്ചോറിൽ കൈവച്ചത് മാത്രമേ ഇപ്പൊ മുരളീധരൻ ഓർമ്മയുള്ളൂ. നാട്ടുകാർ മുഴുവൻ പഞ്ഞിക്കെടുത്തിട്ടോണ്ടിരിക്കുക. നിങ്ങൾ സന്തോഷിക്കോ ആഹ്ലാദിക്കോ? ഇതിനു മുൻപ് ഇവരുടെ മറ്റേ കോൺഗ്രസിൽ നിന്ന് ഒരുത്തൻ പൊതിച്ചോറിനെ ഒന്ന് കൈവച്ചായിരുന്നു. അവന്റെ രാഹുൽ മാങ്ങാണ്ടി. അവന്റെ പപ്പും കൂടെ പോലും കാണാനില്ല. അവൻ അറസ്റ്റിലായെന്ന് പറഞ്ഞ ആ പത്രത്തിലാണ് ഞങ്ങൾ ചോറ് കൊടുത്തത്. അതുപോലെ ആരോഗ്യമന്ത്രി രാജിവെച്ചു വന്ന പത്രത്തിൽ ഞങ്ങളെ പൊതിയിപ്പിക്കാൻ ഇടയാക്കരുത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതെ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഇവരുണ്ടല്ലോ കൊണ്ടുപോക്കി കാണിക്കും. കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ശരിക്കും കിങ്ങിണിക്കുട്ടനെയൊക്കെ കാണും. കെ സുരേന്ദ്രൻ വരെ പറഞ്ഞു ഈ കമ്മ്യൂണിറ്റി കിച്ചണൊക്കെ എന്തിനാണ്. അയ്യോ അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ. നിങ്ങൾ CJP ആണോടോ? അല്ല, കെ സുരേന്ദ്രൻ വന്ന് പറയുന്നു. അത് അവരുടെ അഭിപ്രായം പറഞ്ഞത് ഞങ്ങൾ തലമണ്ടി കൊണ്ടുവയ്ക്കുന്നതിന് താനല്ലേ ഇപ്പൊ എന്നെ ഓർമ്മിപ്പിച്ചത്. അതായത് കെ സുരേന്ദ്രൻ പറയുകയാണ് പൊതിച്ചോറ് മറ്റേ പൊതിച്ചോറ് വാങ്ങിയവർ പൊതിച്ചോറ് കൊടുത്തവരെ എന്തായിരുന്നു പൊതിച്ചോറ് വാങ്ങിയവർ പൊതിച്ചോറ് കൊടുത്തവർ തന്നെ അധികാരത്തിൽ ഇരിക്കണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ കെ മുരളീധരനൊന്നും അധികാരത്തിൽ വരില്ലായിരുന്നു എന്ന് ഉദ്ദേശിച്ചതൊന്നും പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് പൊതിച്ചോറ് വാങ്ങിയവർ ജനങ്ങൾ പൊതിച്ചോറ് കൊടുത്തവർ തന്നെ അധികാരത്തിൽ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ കെ മുരളീധരനൊന്നും ഇപ്പൊ മന്ത്രിയായിട്ട് ഇരിക്കത്തില്ലെന്ന്. അതാണ് പറഞ്ഞത്. ഈ പൊതിച്ചോറിന് രാഷ്ട്രീയമില്ല. ഒരു നേരത്തെ അന്നത്തിന് എന്ത് രാഷ്ട്രീയം ഇരിക്കുന്നു? പൊതിച്ചോറ് കൊടുത്തെന്ന് പറഞ്ഞ് ജനങ്ങൾ വോട്ട് ഞങ്ങൾ അത് നിർത്തിയോ? പൊതിച്ചോറ് കൊടുത്തിട്ട് ഞങ്ങളെ തോപ്പിച്ചെന്ന് പറഞ്ഞ് ഞങ്ങളത് നിർത്തിയോ? ഹാൻസ് സുര വരെ നിങ്ങൾ പിന്തുണയ്ക്കുന്നു. അതാ അവരുടെ BJPയുടെ അഭിപ്രായം. ഞങ്ങൾ തമ്മിൽ നിങ്ങളെ പിന്തുണയ്ക്കുന്നു. അവര് എല്ലാ വിവിധ സംഘടനകളും എടുത്ത് പറയുന്നുണ്ട്. അവര് കൊടുക്കുന്നുണ്ടല്ലോ. സേവാഭാരതിയൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും. ഇതാ ഈ പറഞ്ഞത്, എല്ലായിടത്തും ഈ മറ്റേ കൊടിയുണ്ട്. കൊടി വെച്ചാണ് സേവാഭാരതിയും ഇവരും മറ്റേ കോൺഗ്രസ്സുകാരും ഒക്കെ കൊടുത്തോണ്ടിരുന്നത്. കൊടി മാറ്റണമെങ്കിൽ മാറ്റാം, പക്ഷെ ഇത് നിർത്താൻ പറയരുത്. ഞങ്ങൾ നിർത്തില്ല. അയ്യോ ഇല്ല, ആർക്കെങ്കിലും കൊണ്ടുപോകും. മുരളീധര പൊതിച്ചോറിൽ തൊടണ്ട കേട്ടോ. ഞങ്ങൾ ഇത്രയും നാൾ അടങ്ങിയിരുന്നു. പൊതിച്ചോറിൽ തൊട്ടാൽ ഇളകുന്നത് ഇവിടുത്തെ CPM-കാരല്ല, ജനങ്ങളാണ്. സഹിക്കണേനൊരു പരിധിയുണ്ട്. ശരിയെന്നാ പൊക്കോ, നമുക്ക് പൊതിച്ചോറ് തിന്നാം. പൊലിക്കട മൂട്.